പാലക്കാട് DMO ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പാലക്കാട് ഉണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് DMO ഓഫീസിൽ അലയടിക്കുന്നത്. പാവപ്പെട്ടൊരു കുട്ടിയുടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവം പ്രേക്ഷകരിലേക്ക് ജനം TV-യാണ് എത്തിച്ചത്. ഈ വിഷയമാണ് ഇപ്പോൾ യുവജന സംഘടനകൾ ഏറ്റെടുത്ത അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ അരുൺ ആലത്തൂരാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ഈ വാർത്ത ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അലയടിക്കുന്നുണ്ട്. ഒരു 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. നമ്മുടെ മെഡിക്കൽ ആരോഗ്യ രംഗത്തിൻ്റെ വീഴ്ച കാരണം. എന്തായാലും ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി, ആ കുടുംബത്തിൻ്റെ സങ്കടം, ഇതെല്ലാം നമുക്ക് ഒരു മാറ്റാവുന്നതിനും അപ്പുറമാണ് എന്നുള്ള സ്ഥിതിയാണ്. എന്തായാലും അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ DMO ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? രാഖി, ഇന്ന് ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നത്. BJP-യുടെ യുവമോർച്ച പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ന് ഈ വിഷയത്തിൽ ഈ ഒരു 9 വയസ്സുകാരിയുടെ കൈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതി ഉണ്ടായ സാഹചര്യത്തിൽ ആ വാർത്ത നമ്മൾ ഇന്നലെ പുറം ലോകത്തെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ ആദ്യം BJP യുവമോർച്ച പ്രവർത്തകർ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതിനുശേഷമാണ് മറ്റ് ഒരു സംഘമായിട്ട് യുവമോർച്ച BJP പ്രവർത്തകർ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് എത്തിയത്. ഏതായാലും ഇപ്പോൾ ആ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരിക്കുകയാണ്. അതേസമയം BJP-യുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും മറ്റ് പ്രവർത്തകരും ഇപ്പോഴും DMO ഓഫീസിൻ്റെ ഭാഗത്തുണ്ട്. ഈ വലിയൊരു ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചത്. ഇന്നലെ ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് ഉണ്ടാവുകയുണ്ടായി. BJP എന്താണ് ഈ വിഷയത്തിൽ ഒരു ആവശ്യം, എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ജില്ലാ ആശുപത്രിയിൽ നടത്തി ഇപ്പോൾ DMO ഓഫീസിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത് ഗുരുതരമായ അനാസ്ഥയാണ്. കാരണം ചികിത്സ തേടിയെത്തിയ ഒരു കുട്ടിക്ക് ശരിയായ ചികിത്സ നടത്തിയില്ല എന്നത് മാത്രമല്ല, മറിച്ച് തെറ്റായ ചികിത്സ നടത്തുകയും ആ കുട്ടിക്ക് അണുവിഷബാധ ഏൽക്കുകയും അതിനെ തുടർന്ന് വലിയ രീതിയിൽ ആ ഇൻഫെക്ഷനായ കൈയുമായി ആ കുട്ടി വേദന സഹിച്ചുകൊണ്ട് 3-4 ദിവസവും കഴിയുണ്ടായി. അതിനെ തുടർന്ന് ചികിത്സ നിഷേധിച്ച് ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകാത്തതിലൂടെ ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം കുറ്റകൃത്യം, ഗുരുതരമായ അനാസ്ഥയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നടപടിയെടുത്ത ഇതുപോലെ ചികിത്സ നടത്തിയ അധികൃതർക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും ശക്തമായ നടപടികൾ കൈക്കൊള്ളാത്ത പക്ഷം അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ടാവും.
ഈ ചികിത്സിച്ച ഡോക്ടർമാരെ ഉൾപ്പെടെ കൃത്യമായി അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് BJPയുടെ ആവശ്യം. ഇന്നലെ DMO ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ള ഡോക്ടർമാരുടെ സംഘത്തിന്റെ റിപ്പോർട്ട് ആശുപത്രിയുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണമാണ് ഒരു 9 വയസ്സുകാരിക്ക് ഇത്രയും ഒരു ഗുരുതരമായ ഒരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.